സമയം വൈകുന്നേരം 4 മണിയായി. വൈകുന്നേരം ചായക്കടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യം ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വെച്ചു. പാല് ചായ ഉണ്ടാക്കാനുള്ളതല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാനാണ് ഈ പാല്. ഒരു പാത്രത്തിൽ കുറച്ച് ഓട്സ് എടുത്തു. അപ്പോഴത്തേനും പാലൊക്കെ തിളച്ച് പൊന്തിയിട്ടുണ്ട്. ഓട്സും പാലും ഒക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ആ തിളച്ച പാല് ഓട്സിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാൻ വെക്കണം. മുറ്റത്ത് ഉമ്മ ചൂലുണ്ടാക്കുന്ന തിരക്കിലാണ്. 2 ദിവസം മുമ്പ് പച്ചോല വെട്ടിയിരുന്നു. പണ്ട് മിക്ക വീടുകളിലും ഇതുപോലെ ചൂലൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ചുരുക്കം വീടുകളിലാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. വീട്ടിൽ കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. ഇന്നലെ വൈകുന്നേരം ഒരു വാഴക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറ പോകാൻ വേണ്ടി പുറത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ആ കൊലയൊക്കെ എടുത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അപ്പോഴത്തേനും നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള ഓട്സും പാലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു ഫ്രൈ പാൻ എടുത്ത് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച ശേഷം ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് ഒഴിക്കുക. ഞാൻ ചെറിയ സ്വീറ്റായിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ഇടുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിടുക. നിങ്ങൾക്ക് ഇത് ഇനി സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട ശേഷം കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർത്താൽ മതി. അങ്ങനെ ഇതിൻ്റെ വേവൊക്കെ പാകമായാൽ ഇതിന് മുകളിലേക്ക് ചെറിയ രീതിയിൽ മധുരത്തിന് വേണ്ടി തേൻ ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരം ചായക്കടിക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.